ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് സൺഡേ നമ്മൾ അമ്പലത്തിൽ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ചെറിയൊരു വ്ളോഗായിട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ അടുത്തുള്ള അമ്പലം, ദേവീക്ഷേത്രമാണ്, പള്ളിയറക്കാവ് അമ്പലം കേട്ടോ. ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ അമ്പലം നിങ്ങൾക്ക് കണ്ട് പരിചയമുണ്ടോ എന്നൊന്നും നോക്കണേ. ഇത് നമ്മുടെ കരിമാടിക്കുട്ടൻ സിനിമയിൽ ഉത്സവം നടക്കുന്ന അമ്പലമില്ലേ, ആ അമ്പലമാണിത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു അമ്പലമാണിത്. അപ്പം നമ്മൾ രാവിലെ കുളിച്ചൊഴുങ്ങി അമ്പലത്തിലേക്കാണ് വന്നത്. നമ്മൾ അമ്പലക്കുളം കണ്ടില്ലേ, അമ്പലക്കുളത്തിൽ തൊഴിലുറപ്പുകാർ പണിയാണ് കേട്ടോ. മാർച്ച് 22-ന് നമ്മുടെ പള്ളിയറക്കാവ് അമ്പലത്തിൽ കൊടിയേറുകയാണ് ഉത്സവത്തിന്. അപ്പോൾ അമ്പലക്കുളം വൃത്തിയാക്കുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടാപ്പിൽ നിന്ന് വന്നാണ് കാലും കൈയെല്ലാം കഴുകി നമ്മൾ അമ്പലത്തിലേക്ക് കയറിയത്. എപ്പോഴും പറയുമല്ലോ, നമ്മൾ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ നമ്മൾ ശുദ്ധിയായിട്ടാണ് വരുന്നെങ്കിൽ കൂടി അവിടെ വന്ന് ഒന്നും കൂടി കാലും കൈ മുഖമൊക്കെ കഴുകിയാണ് നമ്മൾ അകത്തോട്ട് വീണ്ടും കയറുന്നത്. അത് നമ്മുടെ ഒരു രീതിയാണല്ലേ. അപ്പോൾ നമ്മളതെല്ലാം ഞാനും ശിവക്കുട്ടിയാണെങ്കിൽ ഒരാഴ്ച നല്ല പനിക്കെല്ലാം ശേഷം കുളിച്ചൊരുങ്ങി അമ്പലത്തിലോട്ട് ആദ്യം വരുന്നത് കേട്ടോ. ശിവക്കുട്ടിക്ക് അധികം വെയിൽ കൊള്ളണ്ടാന്ന് കരുതി ടർക്കിലൊക്കെ പൊതിഞ്ഞാണ് നമ്മൾ, വെയിൽ കൊള്ളാതൊക്കെയാണ് അവളെ കൊണ്ട് തൊഴാനായിട്ട് പോയത്. നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോകുമ്പം നമ്മുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വിഘ്നേശ്വരനെ തൊഴുതാണ് നമ്മൾ, പിന്നെ ബാക്കി എല്ലാ ദൈവങ്ങളുടെ അടുക്കലും പോയി തൊഴാറുള്ളത്, എല്ലാ കോവിലിലും പോയി തൊഴാറുള്ളത്. ആദ്യം വിഘ്നേശ്വരനെ തന്നെ നമ്മൾ തൊഴാൻ വേണ്ടി പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ച് തിരിഞ്ഞു വരുന്നു. അപ്പം നമ്മൾ ശിവക്കുട്ടി കൂടാതെ ഞങ്ങളുടെ 2 മക്കൾ, അവർ വലിയ താല്പര്യമൊന്നുമില്ല അമ്പലത്തിൽ വരാനൊന്നും. എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, ആ ഒരു വിശ്വാസങ്ങളുടെ ഒരു പ്രായമൊന്നും അവർക്കായിട്ടില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന കൂടെ വരിക, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നിടക്ക് നിന്ന് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, പഠിക്കാൻ ബുദ്ധി തരണേന്നും പഠിച്ചതൊക്കെ ഓർത്ത് വെക്കാനുള്ളതും എല്ലാം അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഒരു വലുതാവട്ടല്ലേ, അവർ കുഞ്ഞുങ്ങളല്ലേ, അവരും ദൈവങ്ങളല്ലേ, കുഞ്ഞുങ്ങളെ ദൈവങ്ങളെപ്പോലെ കാണണമെന്നാണ് പറയുന്നത് അല്ലേ. അത് ഞങ്ങൾ എണ്ണയും തിരിയൊക്കെ വാങ്ങിച്ചു, അമ്പലത്തിൽ നടക്കി വെച്ചു, പ്രാർത്ഥിച്ചു, തിരിച്ചിറങ്ങി വന്നു. നമ്മളിനി സുബ്രഹ്മണ്യനെയാണ് തൊഴാൻ പോകുന്നത്. ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ എല്ലായിടത്തും ഓരോ ശ്രീകോവിലാണ്. എങ്കിലും ഇത് ഇച്ചിരി ദൂരെ മാറി കുറച്ച് പറമ്പുകളൊക്കെ ഡിസ്റ്റൻസ് ഇട്ടൊക്കെയാണ് എല്ലാവരുടെയും ശ്രീകോവിലുകൾ ഇരിക്കുന്നത്. നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയും, ഞാൻ കാണിച്ചു തരാം, പോകെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി വരുന്നത്, തൊഴാൻ പോകുന്നത് സുബ്രഹ്മണ്യനെയാണ്. അപ്പോൾ സുബ്രഹ്മണ്യനെ തൊഴുത് നന്നായിട്ട് പ്രാർത്ഥിച്ചു വന്നു. ഈ പ്രാവശ്യം പോയപ്പോഴത്തേനും ശിവക്കുട്ടി വലിയ അലമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. ശിവക്കുട്ടി എൻ്റെ കയ്യിൽ അങ്ങനെ വന്നേയില്ല, ചേച്ചിമാരുടെ കയ്യിലും അച്ഛൻ്റെ കയ്യിലും ഒക്കെ മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സമാധാനമായിട്ട് ഈ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുമായിട്ട് പോകുമ്പോഴും എപ്പോഴും കരച്ചിലും ബഹളമൊക്കെ ആകുമ്പോൾ എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനോ തൊഴാനോ ഒന്നും പറ്റാറില്ല. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകാമെന്ന് പറയുമ്പോൾ എനിക്കൊരു മടിയാണ്. അവൾ ഇച്ചിരി കൂടെ ആയിട്ട് പോകാം എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നന്നായിട്ട് തൊഴാനും പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. ശിവക്കുട്ടി ഒരലമ്പും ഉണ്ടാക്കിയില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എല്ലായിടത്തും തുടങ്ങി. ഇപ്പോൾ നമ്മൾ ശിവനുണ്ട്, നാഗരാജാവുണ്ട്, അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ അവർ കുറേ സംശയങ്ങളൊക്കെ ചോദിക്കും കേട്ടോ, ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതെന്താണെന്നൊക്കെ. അപ്പോൾ അതെല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. അത് ശിവക്കുട്ടിയും ദേവുട്ടിയും, ഇതാണ് മൂത്ത മോള് കേട്ടോ, ദേവു എന്ന് പറയും, ആദിത്യ എന്ന് വിളിക്കും. അപ്പം നമ്മളിപ്പം അയ്യപ്പൻ്റെ കോവിലിലേക്കാണ് നടന്ന് പോകുന്നത് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അയ്യപ്പൻ്റെ കോവിലിലേക്ക് കുറച്ച് നടന്നിട്ട് വേണം നമ്മൾ അവിടോട്ട് ചെല്ലാനായിട്ട്. കുഞ്ഞുങ്ങൾക്ക് ചെരുപ്പില്ലാതെ പോകുന്നതുകൊണ്ട് തന്നെ, നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര മടിയാണ്. ഇവിടുത്തെ ഉത്സവത്തിന് സ്റ്റേജ് കെട്ടാനൊക്കെ ഉള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഉത്സവത്തിനുള്ള. ഇവിടെ ഒരു അമ്പലക്കുളം ഉണ്ട് കേട്ടോ, ഇവിടെയും ഒരു കുളമുണ്ട്. അതും തൊഴിലുറപ്പുകാർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ. ഉത്സവം ഇനി എത്തിക്കഴിഞ്ഞല്ലോ. ഉത്സവം എന്ന് പറയുമ്പോൾ നാട്ടുകാർക്കൊക്കെ എന്തോ സന്തോഷമുള്ളൊരു സമയമാണല്ലേ. എല്ലാവരും ഒത്തുകൂടുകയും, കെട്ടിച്ചു വിട്ടവരായിക്കോട്ടെ, നാട്ടിലില്ലാത്തവരൊക്കെ ആയിക്കോട്ടെ, എല്ലാവരും ഒത്തുകൂടുന്നതാണ് ഉത്സവത്തിന്, ആഘോഷങ്ങൾക്കൊക്കെ. ഇനി ഞങ്ങൾക്ക് 10 ദിവസം അടിപൊളിയാണ്. സമയം പോകുന്നതേ അറിയില്ല. അവിടെ ചെന്നപ്പോഴാണ് ഓർത്തോ, അയ്യോ തിരിയും എണ്ണയൊന്നും വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ കടയിൽ തിരിച്ചു വന്നു. നമ്മൾ എണ്ണയമിച്ചി എന്ന് പറയും കേട്ടോ, നമ്മുടെ വീട്ടിൽ നിന്നാണ് എണ്ണയമിച്ചി പാലൊക്കെ വാങ്ങിക്കാറ്, നെയ്യൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അമ്പലത്തിലേക്ക് നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ എണ്ണയും തിരിയൊക്കെ വാങ്ങിക്കുന്നത്. അമ്പലത്തിനകത്ത് തന്നെയാണ് കേട്ടോ കട. പിന്നെ മാല കിട്ടുന്ന കടയൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ വന്ന് അയ്യപ്പൻ്റെ നടയിൽ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇവിടെ നിന്ന് ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടാണ് ഇനി ഭദ്രകാളി അമ്മയുടെ നട വരുന്നത്, ശ്രീകോവിൽ വരുന്നത്. ഇത് നമ്മുടെ അന്നദാന മണ്ഡപം കേട്ടോ, ഭക്തജനങ്ങളുടെ സമർപ്പണമാണ്. നേരത്തെ എന്നൊക്കെ പറയുമ്പം നമ്മൾ വെയിലത്തൊക്കെ ഇരുന്ന് കഴിക്കേണ്ടിയിരുന്നിട്ടുണ്ട്, സപ്താഹത്തിനും നവാഹത്തിനും ഒക്കെ. പക്ഷേ ഇപ്പം അങ്ങനല്ല, നമുക്ക് അത്യാവശ്യം ആളുകൾക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അന്നദാന മണ്ഡപമൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ തൊഴാൻ പോകുന്നത് അതാണ് ഭദ്രകാളി അമ്മയുടെ ശ്രീകോവിൽ. അവിടെ പോയി തൊഴുത് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ദൂരം നടന്നു വരുന്നത് നമ്മുടെ ഇത് കൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ. കൃഷ്ണൻ മഠമെന്ന് പറയും. ഇവിടെയും ഒരു കുളവും അലക്കിയുണ്ട്.
നല്ല സുഖമാണ് ഇങ്ങോട്ട് വന്ന് പ്രാർത്ഥിക്കാനും മനസ്സിനൊരു സമാധാനവും കുളിരും കുറച്ച് നേരം ഇരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കൃഷ്ണൻ്റെ കോവിൽ. ഇവിടെ നേരത്തെ അടച്ചു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്ന് പെട്ടെന്ന് തൊഴണമെന്നുള്ള രീതിയിലാണ്, കൃഷ്ണനെയും കൂടെ കണ്ട് പ്രാർത്ഥിച്ചിറങ്ങണേ എന്നുള്ള രീതിയിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. ഒത്തിരി ദൂരത്ത് വന്ന് ശാന്തിമാർക്ക് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ അവരാദ്യം അടയ്ക്കുന്ന ശ്രീകോവിൽ കൃഷ്ണൻ്റെയാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് വന്നപ്പോൾ ഇവിടെ അടച്ചിട്ടില്ലായിരുന്നു. നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിച്ച് നമ്മളവിടെ നിന്ന് വേഗം ഇറങ്ങി കേട്ടോ. അപ്പം നമ്മളിത് തിരിച്ചു പോവുകയാണ്. നമ്മൾ ആദ്യം തൊഴാൻ വന്ന ആ സ്ഥലത്തേക്ക് തന്നെ വന്ന് തിരിച്ചു വരണം. അവിടെയാണ് നമ്മൾ വണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നടന്നു വന്ന് ഇപ്പോൾ പണി ഒരുമാതിരിയൊക്കെ ഒതുങ്ങുന്നുണ്ട്. തൊഴിലുറപ്പുകാരെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അവർ. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് വണ്ടിയിൽ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കാൻ കഴിയില്ലല്ലോ. നടന്നു വരാനാണ്, വൈകുന്നേരങ്ങളാണ് രസമാണ് കേട്ടോ നടന്നു വരാനായിട്ട്. രാവിലെ അത്ര എനർജി ഇല്ല നടക്കാനായിട്ട്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല അതിൻ്റെ കേട്ടോ, താമസിക്കുമല്ലോ. അപ്പം നമ്മൾ നേരത്തെ വീട്ടിൽ തിരിച്ച് വന്ന് ഫുഡ് കഴിക്കണമെന്നുള്ള രീതിയിലാണ് നമ്മൾ വണ്ടിയിൽ വരുന്നത്. ഇതാണ് നമ്മുടെ കേട്ടോ കാവാലം ലിസിയോ റോഡാണിത്. ഇതിലെയാണ് എല്ലാവർക്കും രാജപുരത്തൊക്കെ പോകാൻ പറ്റും. മിക്കവരും അറിയാനാണ് രാജപുരം ഷാപ്പിൽ വന്ന് ഫുഡ് കഴിക്കാൻ വരുന്ന ഈ റോഡിലാണ് കേട്ടോ. ഇവിടെ ഇതുവഴി വരുന്നതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഈ ഒരു റോഡേ ഉള്ളൂ രാജപുരത്തോട്ട് പോകാനായിട്ട്. ഇവിടെ ചെറിയൊരു ഗുരുദേവൻ്റെ അമ്പലം പോലെ ഉണ്ട്. ഇവിടെ നമ്മൾ എന്നും സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന നമ്മുടെ കടയാണ് ഈ കട. എല്ലാ സാധനവും കിട്ടുന്ന ഒരു കടയാണ് ഇത്. നമ്മുടെ അയൽവക്കങ്ങളൊക്കെയാണ് കേട്ടോ. ഇങ്ങോട്ട് മാറിയാണ് നമ്മുടെ അയൽവക്കമൊക്കെ. ഇതൊക്കെ അവർ പച്ചക്കറി കൃഷി ചെയ്യുവാണ് റോഡ് സൈഡിൽ. അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്തി. മതീഷേട്ടൻ ഞങ്ങളെ ഇവിടെ ഇറക്കിയിട്ട് മതീഷേട്ടൻ കടയിൽ പോയി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ പശുവൊക്കെ ഇവിടെ വാതിക്കൽ തന്നെ കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മളിതേ നമ്മുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സ്കിപ്പ് ചെയ്തേ ഭയങ്കര സന്തോഷം. ടാറ്റാ.